ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി റിറ്റ്സ് ഡീസലാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ ഒരു ശകലം RPM കൂട്ടി ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പുക വരുന്നുണ്ട്, നല്ല രീതിയിൽ കറുത്ത പുക വരുന്നുണ്ട്. നമുക്കത് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. നല്ല രീതിയിലുള്ള കറുത്ത പുക വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാല് കൊടുക്കുന്ന അവസരം, അതായത് നമ്മൾ ഓട്ടത്തിൽ ഗിയർ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ കാല് കൊടുക്കുന്ന അവസരത്തിൽ ആ ഒരു ഫ്രീ മൂവ്മെൻറ്റ് വരുമ്പോൾ നല്ല രീതിയിലുള്ള പുക തള്ളുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഓൾറെഡി ഇതിൻ്റെ EGR അതുപോലെ തന്നെ ഇൻ്റർകൂട്ടറും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ടർബോ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ സെപ്പറേറ്ററും അഴിച്ച് വെച്ചിട്ടുണ്ട്. ഓയിൽ സെപ്പറേറ്റർ വരുന്നത് ഇതിൻ്റെ ബാക്കിലായിട്ടാണ്, എഞ്ചിൻ്റെ ബാക്കിലായിട്ടാണ് ഓയിൽ സെപ്പറേറ്റർ വരുന്നത്. ഓയിൽ സെപ്പറേറ്ററിന് പോകുന്ന ഹോസ് ഈ ഭാഗത്ത് കൂടെയാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇത് അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും, ടർബോയുടെ കംപ്ലൈൻറ്റ്, അതുപോലെ തന്നെ ഇൻ്റർകൂളറിൽ വന്നിരിക്കുന്ന ഓയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടർബോ അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓയിൽ കൂളർ അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഓയിൽ കൂളർ വരുന്നത്. നമ്മൾ ഓൾറെഡി അഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളുമാണ് ഈ 4 ബോൾട്ട് ഓയിൽ കൂളറിൻ്റെയാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടർബോ വരുന്നത്. ടർബോയും അതുപോലെ തന്നെ കാറ്റൽ കൺവെർട്ടർ നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഓയിൽ കൂളർ വരുന്നത്. കാരണം ഓയിൽ കൂളർ അഴിച്ചാൽ മാത്രമേ നമുക്ക് ടർബോ അഴിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും ബാക്കിയുള്ള ഇതിൻ്റെ ഓയിൽ സപ്ലൈ വരുന്നത്, ഇതാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്ന ഭാഗം വരുന്നത്. ഈ ഭാഗം വരുന്നത് ടർബോയിലുള്ള ഓയിൽ സപ്ലൈ വരുന്നത് ഇവിടുന്നെയാണ്, ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സൈലൻസറിൻ്റെ പൊടിയും കാര്യങ്ങളും നോക്കാം. ഉള്ളിലോട്ട് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള കാർബണും കാര്യങ്ങളുമാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഇതൊക്കെ ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടാണ്. നല്ല രീതിയിലുള്ള കാർബൺ ഇതിനകത്ത് ഉണ്ട്. കാരണം ഓയിൽ നല്ല രീതിയിലുള്ള ഇതിനകത്ത് കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് നോക്കിയാൽ, സൈലൻസറിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാൽ നല്ല കട്ട കരിയാണ് ഇതിനകത്ത് ഉള്ളത്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫുള്ള് കട്ട കരിയാണ് ഇതിനകത്ത് ഉള്ളത്. ഇതേപോലെയുള്ള പുകയാണ് വരുന്നത്, നല്ല കറുത്ത പുകയാണ് വരുന്നത്. ഇതിനകത്ത് മൊത്തം നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് നല്ല രീതിയിൽ കറുത്ത് അഴുക്ക്, അതായത് കാർബൺ നല്ല രീതിയിൽ കാർബൺ, നമ്മൾ കൊട്ടുമ്പോൾ ഇത് വീണ കാർബണാണ്, ഈ താഴോട്ട് വീണ കാർബണാണ് ഈ കാണുന്നത്. ഇതെല്ലാം നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ഈ കാർബൺ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിലുള്ള പുക വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ കാറ്റലിക് കൺവെർട്ടർ വരുന്നത്. ഇപ്പോൾ ഈ കാറ്റലിക് കൺവെർട്ടറും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇതിനകത്ത് കാർബണും കാര്യങ്ങളെല്ലാം എടുത്ത് അതേപോലുള്ള കരി ഇതിനകത്ത്, നല്ല രീതിയിലുള്ള കരി ഇതിനകത്തും ഉണ്ട്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നല്ല രീതിയിലുള്ള കരി ഉണ്ട്. അപ്പോൾ കാറ്റലിക് കൺവെർട്ടർ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടർബോയുടെ കണ്ടീഷൻ നോക്കാം. ടർബോയുടെ ഇമ്പല്ലറിൻ്റെ പ്ലേ നോക്കാം. ഈ ഭാഗത്താണ് ഇതിൻ്റെ O2 സെൻസർ വരുന്നത്. O2 സെൻസർ നമ്മൾ ഓൾറെഡി അഴിച്ച് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടർബോ വരുന്നത്. അപ്പോൾ ടർബോയുടെ ഇമ്പല്ലറിൻ്റെ പ്ലേ നമുക്ക് നോക്കാം. ഇത് അനക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്ലേ ആണ് ഇതിന് ഉള്ളത്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഇമ്പല്ലറിന് ഈ ഒരു നല്ല രീതിയിലുള്ള പ്ലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ഓയിൽ വരും. അതുപോലെ തന്നെ ടർബോയ്ക്ക് 2 രീതിയിൽ ഓയിൽ വരാനുള്ള ചാൻസാണുള്ളത്. ഒന്ന്, ഈ ടർബോയുടെ ഇമ്പല്ലർ വഴി എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തോട്ട് പോകുന്ന, ഓയിൽ കൂളറിൻ്റെ ഭാഗത്തോട്ട് പോകുന്ന ഓസുകളിൽ ഓയിൽ വരും. അതുപോലെ തന്നെ ഈ പ്ലേ അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്. അപ്പോൾ 2 രീതിയിൽ ഓയിൽ വരും. ഒന്ന് എക്സോസിൻ്റെ ഭാഗത്തോട്ട് ഓയിൽ പോകും, അതുപോലെ തന്നെ ഒന്ന് ഇൻടേക്കിൻ്റെ ഭാഗത്തോട്ടും ഓയിൽ പോകും. ഈ 2 രീതിയിൽ ഓയിൽ വന്നാലും നല്ല രീതിയിലുള്ള പുകയും കാര്യങ്ങളും ഉണ്ടാകും. കാരണം ഇതിനകത്ത് നോർമലിൽ ഒരു ചെറിയ പ്ലേ വരും, പക്ഷേ അതിനെക്കാട്ടിലും നല്ല രീതിയിലുള്ള പ്ലേ ആണ് ഇതിനകത്ത് ഉള്ളത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള പ്ലേ, നമ്മൾ അനക്കുമ്പോൾ തന്നെ ഒരു ടക്ക് ടക്കെന്നൊരു സൗണ്ട് വരെ കേൾക്കാനായിട്ട് സാധിക്കും.
ടക്ക് ടക്ക് എന്ന ചെറിയൊരു സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്ലേ ഉണ്ട്. അപ്പോൾ ഈ പ്ലേ ഉള്ളത് കൊണ്ട് ഓയിൽ നല്ല രീതിയിലോട്ട് ഓയിൽ കൂളറിനകത്തോട്ട് വരും. അപ്പോൾ ഓയിൽ കൂളറിൻ്റെ അകത്തുള്ള ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ടർബോ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഓയിൽ കൂളർ. അപ്പോൾ ഓയിൽ കൂളറിനകത്ത് ഓയിൽ വന്നേക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഫുള്ളായിട്ട് ഈ കിടക്കുന്ന എല്ലാ ഓയിലാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഏകദേശം ഒരു 250 ml മുകളിൽ ഓയിൽ ഇതിനകത്ത് വന്ന് കിടപ്പുണ്ട്. കാരണം ഒരു വട്ടം ഇൻ്റർകൂളർ ക്ലീൻ ചെയ്തതാണ്. ഏകദേശം അത് കഴിഞ്ഞിട്ട് 10,000 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. അപ്പോൾ ഇത്രയും ഓയിൽ ഈ ഇൻ്റർകൂളറിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടർബോയുടെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് കൂടുതലായിട്ടും ഇങ്ങനെ ഓയിൽ കൂളറിനകത്ത് ഓയിൽ വരാനുള്ള കാരണം. ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിലുള്ള ഓയിൽ ഇതിനകത്ത് ഉണ്ട്. ഫുള്ളായിട്ട് ഓയിൽ നിറഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഇൻ്റർകൂളർ നമുക്ക് ഫുള്ളായിട്ട് ഓസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതിനകം ഫുള്ളായിട്ട് നമുക്ക് വാഷ് ചെയ്ത് എടുക്കേണ്ടതായിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓയിൽ സെപ്പറേറ്റർ നോക്കാം. ഇതാണ് ഇതിൻ്റെ ഓയിൽ സെപ്പറേറ്റർ വരുന്നത്. ഓയിൽ സെപ്പറേറ്റർ ഇങ്ങനെയാണ് എഞ്ചിൻ്റെ ബാക്കിൽ വരുന്നത്. ഇത് വാൽഗോറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഹോസ്. ഇത് നേരെ ക്രാങ്ക് കേസിലോട്ട് ഓയിൽ പോകുന്ന ഹോസാണ് ഇത് വരുന്നത്. ഇത് നേരെ എയറാണ് ഇതിനകത്ത് പോകേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഓയിൽ, അതായത് ഓയിൽ സെപ്പറേറ്റർ നമ്മൾ ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓയിൽ ഇൻടേക്കിനകത്തോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഓയിൽ ഇൻടേക്കിനകത്തേക്ക് പോകുന്നത് ഈ ഒരു ഓസിൻ്റെ കണക്ഷൻ നേരെ വരുന്നത് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഈ ഭാഗത്തെ ഓസിൻ്റെ കണക്ഷനാണ്. ഇവിടെയാണ് ടർബോ വരുന്നത്. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് ടർബോ ഫിറ്റ് ചെയ്യുന്നത്. ടർബോയുടെ ഭാഗം വരുന്നത് ഇത് നേരെ വരുന്നത് ഈ ഒരു ഓസിന് വേറെ ഓസ് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്തോട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടെ ഓയിൽ വന്നു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, നേരെ ടർബോയുടെ ഭാഗത്ത് നോക്കും. ടർബോയുടെ ഭാഗത്ത് നോക്കിയിട്ട് പോയിട്ട് ഇൻ്റർകൂളറിനകത്തോട്ട് ഓയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ഓയിൽ വരാം. ഈ ഇമ്പല്ലറിന് പ്ലേ കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ഈ ഇമ്പല്ലറിൻ്റെ നല്ല രീതിയിൽ പ്ലേ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഓയിൽ വന്നിട്ട് നേരെ ഇൻ്റർകൂളറിനകത്തോട്ട് പോകും. അതുപോലെ തന്നെ ഓയിൽ സെപ്പറേറ്ററിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ, നേരെ ഓയിൽ സെപ്പറേറ്റർ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വരുന്ന ഓയിലും എയർ കൂടെ ആയിരിക്കും ഇതിനകത്ത് നിന്ന് വരുന്നത്. ഇതിനകത്തു നിന്ന് വരുന്ന ആ ഓയിലിനെ നേരെ ക്രാങ്ക് കേസിലോട്ട് പോകണം. ബാക്കി എയർ മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ എയർ മാത്രം നേരെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തോട്ട് പോകാതെ വരുമ്പോൾ അതിനകത്ത് കൂടെ ഓയിലൂടെ ഇത് ബ്ലോക്കായി കഴിയുമ്പോൾ ഓയിലൂടെ പോകാൻ തുടങ്ങും. ഓയിലൂടെ പോയി കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള പുക വരും. അപ്പോൾ ഇതിനകത്തോട്ട് നോക്കിയാൽ ഇതിലെ ഓയിലിൻ്റെ മയവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഓയിലിൻ്റെ അംശവും കാര്യങ്ങളും ഉണ്ട്. ഈ പൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക്, ഇതൊക്കെ എയറിൻ്റെ പൈപ്പുകളാണ്, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ O2 സെൻസർ വരുന്നത്. ഈ O2 സെൻസർ നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിലുള്ള കാർബൺ അടിച്ചിട്ട്. കാരണം കാറ്റലിക് കൺവേർട്ടറിനകത്ത് നല്ല രീതിയിലുള്ള കാർബൺ ഉള്ളത് കൊണ്ട് O2 സെൻസർ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ സെപ്പറേറ്റർ രണ്ട് രീതിയിൽ കംപ്ലൈൻറ്റ് വരാം. ഒന്ന്, എഞ്ചിന് റീകംപ്രഷൻ കൂടുതലുണ്ടെങ്കിൽ ഈ ഓയിൽ സെപ്പറേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് ഓയിൽ സെപ്പറേറ്ററിനകത്ത് നിന്ന് ഓയിൽ നേരെ ഈ പറഞ്ഞ പോലെ ഇൻടേക്കിൻ്റെ ഭാഗത്തോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഈ ഓയിൽ സെപ്പറേറ്ററിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ സെപ്പറേറ്റർ മാറ്റണം, ടർബോ മാറ്റണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാറ്റലിക് കൺവെർട്ടർ, അതുപോലുള്ള ഓസിൻ്റെ കണക്ഷൻസ്, അതുപോലെ തന്നെ ഇൻ്റർകൂളറിൻ്റെ ഭാഗങ്ങൾ, അതും ബാക്കി സൈലൻസറിൻ്റെ ഭാഗങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ടർബോ നമുക്ക് മാറ്റേണ്ടത് രണ്ട് പാർട്ടാണ് വരുന്നത്. ടർബോ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ സെപ്പറേറ്ററും അതിൻ്റെ ഹോസും കാര്യങ്ങളും എല്ലാം നമുക്ക് മാറ്റേണ്ടതാണ്. അപ്പോൾ ഓയിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ടർബോയിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓയിൽ സെപ്പറേറ്ററിൽ നിന്ന് വരുന്നുണ്ട്. ഓയിൽ സെപ്പറേറ്ററിൽ നിന്ന് തുച്ഛമായ ഓയിൽ മാത്രമേ കൂടുതലായിട്ട് ചെറിയ രീതിയിൽ വരുള്ളൂ. പക്ഷേ ടർബോയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഈ ഇൻ്റർകൂളറിൻ്റെ ഭാഗത്തോട്ട് വരുന്നത്. ഇതിനകത്തോട്ട് ഫുള്ളായിട്ട് ഓയിൽ വരാനുള്ള ആ ഒരു കാരണം ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും, നിറഞ്ഞ ഓയിൽ നിൽക്കുകയാണ്. അതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാരുതി സുസുക്കി റിറ്റ്സിൻ്റെ പുക വരുന്നതിനെക്കുറിച്ചുള്ള സൈലൻസറിൽ നമ്മൾ റേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള പുക വരുന്ന കംപ്ലൈൻറ്റാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. എൻ്റെ ടർബോ, അതുപോലെ തന്നെ ഓയിൽ സെപ്പറേറ്റർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇൻ്റർകൂളർ, ഓസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് സൈലൻസറിൻ്റെ ഭാഗങ്ങളെല്ലാം കാറ്റലിക് കൺവെർട്ടർ ഇതൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാരുതി സുസുക്കി റിറ്റ്സിൻ്റെ കാല് കൊടുക്കുമ്പോൾ ഉള്ള നല്ല രീതിയിലുള്ള ബ്ലാക്ക് സ്മോക്ക് വരുന്നതിൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.